ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. പാവങ്ങളോടും സമൂഹത്തിൽ പൊതുവെ വലിയ സ്ഥാനങ്ങളോ മാനങ്ങളോ വലിയ ബഹുമതിയോ ലഭിക്കാത്തവരും സാധാരണക്കാരായ മനുഷ്യന്മാർ ആ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരോട് നമ്മൾ കാണിക്കുന്ന അനുകമ്പയും പരിഗണനയും വളരെ പ്രധാനമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. കാരണം പടച്ചവൻ അവരെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമതി കൽപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് സ്വർഗം നൽകുകയും ചെയ്യും. അവരുടെ പണത്തിലേക്കോ അവരുടെ സൗന്ദര്യത്തിലേക്കോ അവരുടെ തറവാടിലേക്കോ ഒന്നും അള്ളാഹു നോക്കുന്നില്ല. അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്കും അവരുടെ അമലുകളിലേക്കുമാണ് നോക്കുന്നത്. ഈ ഒരു കാര്യം ഒരു സാമൂഹിക ജീവിതത്തിൽ നമുക്ക് വളരെ ഉന്നതമായ പാഠങ്ങളാണ് നൽകുന്നത് എന്നർത്ഥം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ അത്തരം ആളുകളുമായിട്ടാണ് കൂടുതൽ സമ്പർക്കമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഖുറൈശികളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ ഇസ്ലാമിനെ സമർപ്പിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നും പടച്ചവനെ മാത്രം ആരാധിക്കണമെന്നും അവരോട് പറയുകയും ചെയ്തപ്പോൾ അവർ പൊതുവെ പ്രവാചകനോട് മറുപടി പറഞ്ഞത്, നിന്റെ കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ വെറും സാധാരണക്കാരായ, ഞങ്ങളുടെ അടുക്കലൊന്നും ഞങ്ങളുടെ സദസ്സിലൊന്നും വരാൻ അവകാശമില്ലാത്ത, ഞങ്ങളുടെ ദർജയ്ക്കും ഞങ്ങളുടെ മഹത്വത്തിനും അനുസരിച്ച് പറ്റുന്ന ആളുകളല്ല. അറാദിലുന ബാദിയർ റയ്യി, ഒരു അഭിപ്രായം പറയാൻ കഴിവില്ലാത്തവരും വളരെ പരിഗണന ലഭിക്കാത്തവരുമായ വെറും സാധാരണക്കാരാണ് നിന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് അവരൊക്കെ നിങ്ങൾ പറഞ്ഞയച്ചാൽ നീ ഒറ്റക്കാവുകയും ഞങ്ങളെപ്പോലെയുള്ള നാട്ടിലെ പ്രമാണിമാരായ ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കാൻ അവസരം നൽകുകയും ചെയ്താൽ നിന്നിൽ വിശ്വസിക്കുന്ന കാര്യം ആലോചിക്കാം എന്നാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ അങ്ങനെ ആയാലോ, കുറച്ച് സമയത്തേക്കെങ്കിലും ഇവരെ മാറ്റി നിർത്തിയാലോ എന്നുള്ള ഒരു വിചാരം നബിയുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് പടച്ച തമ്പുരാൻ അത് അങ്ങേയറ്റം ശക്തമായി ആക്ഷേപിക്കുകയും ഈ പാവങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ എന്ന് നബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ ഇന്നത്തെ ആദ്യത്തെ ഹദീസ് സഹ്ൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബുൽ അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. അപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല മറ റജുലുൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹലിന്റെ കൂടെ ഉണ്ടായിരിക്കെ ഒരാള് നബിയുടെ അടുത്തുകൂടി കടന്നുപോയി. ഒരു മനുഷ്യൻ, ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുകൂടി വേറൊരാളങ്ങ് പോയി. അങ്ങനെ കാലി റജുലിൻ ഇൻദഹു ജാലിസ്, അപ്പൊ നബിയുടെ അടുക്കൽ ഇരിക്കുന്ന വേറെ ആളോട് നബി പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സഹൽ കേട്ടു. അപ്പൊ നബിയുടെ സദസ്സിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്നർത്ഥം. അപ്പോഴാണ് അതിലൂടെ വേറൊരാൾ അങ്ങ് പോയത്, കടന്നുപോയത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒരാളോട് ചോദിച്ചു, മാ റയ്യുക ഫീ ഹാദാ, ഈ പോയ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പൊ പോയല്ലോ ഒരാള്, എന്താണ് അയാളെക്കുറിച്ച് നീ പറയുന്നത്? വഖാല റജുലുൻ മിൻ അഷ്റാഫിൻ നാസ്, പ്രമാണിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്, വളരെ പ്രഗത്ഭനാണ്, നാട്ടിൽ വളരെ പ്രതാപമുള്ള ആളാണ് എന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി ആ സഹോദരൻ പറഞ്ഞു. ഹദാ വല്ലാഹി ഹരിയുൻ ഇൻ ഖതബ ഇൻകഹ, അള്ളാഹുവാണ് സത്യം,
ഈ മനുഷ്യൻ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വിവാഹം അന്വേഷിച്ചാൽ അവന് കെട്ടിച്ചു കൊടുക്കും, വിവാഹം കഴിച്ചു കൊടുക്കും. കാരണം അവൻ പ്രമാണിയാണ്, പ്രതാപിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ പ്രതാപിയും പ്രമാണിയുമായതിനാൽ അയാൾ ഏതെങ്കിലും ഒരു കുടുംബത്തോട് ചെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇന്ന പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ ആളുകൾ വേഗം കെട്ടിച്ചു കൊടുക്കും. വൈൻ ഷഫ അൻ യുഷഫ, ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ അയാൾ ഒരു ശുപാർശ പറയുകയാണെങ്കിൽ, ഒരു റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റെക്കമെൻഡ് സ്വീകരിക്കപ്പെടും. ആരാ പറഞ്ഞത്? ഇന്ന ആളാണ് പറഞ്ഞത്, ഹലാസ്, പിന്നെ അതിന് ചോദ്യമല്ല. അപ്പോൾ ആളുകളുടെ അടുക്കൽ അംഗീകാരം ലഭിക്കുന്നവനും ശുപാർശ പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്നവനും വിവാഹം അന്വേഷിച്ചാൽ ആരും അദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു ആയ ആളാണ് എന്ന് ഇയാൾക്കറിയാവുന്ന ബാഹ്യമായ വിവരങ്ങൾ വെച്ച് നബിയുടെ ചോദ്യത്തിന് ആ സഹോദരൻ മറുപടി പറഞ്ഞു. ഫസക്കത്ത്, അപ്പം നബി ആ ഉത്തരം കേട്ടു, പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല, നിശബ്ദനായി. ഫസക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ മറ റജുലുൻ ആഖർ, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാള് ആ സദസ്സിന്റെ മുമ്പിൽ, നബിയുടെ ഇരിക്കുന്ന സദസ്സിന് മുമ്പിലൂടെ കടന്നുപോയി. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നേരത്തെ അഭിപ്രായം പറഞ്ഞ അതേ മനുഷ്യനോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇപ്പോൾ പോയ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മാ റഅയ്ക ഫീ ഹാദാ, ഈ ആളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഫഖാല, അപ്പോൾ ആ മനുഷ്യന്മാരോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഹാദ റജുൽ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇത് വളരെയധികം ദരിദ്രനായ, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധാരണക്കാരനായ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളാണ്. അത് ഹരിയുന്നിത ഹതബലായും കഹ, അയാൾ ഏതൊരു കുടുംബത്തിൽ ചെന്ന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടാലും അയാൾക്കാരും കെട്ടിച്ചു കൊടുക്കൂല, ഒരാളും വിവാഹം കഴിച്ചു കൊടുക്കൂല. ഇൻ ഷഫഅ അല്ലാ യുഷഫഅ, ഇനി ഏതെങ്കിലും ഒരാളുടെ വിഷയത്തിൽ അയാൾക്കൊരു 10 രൂപ നിങ്ങൾ കടം കൊടുത്താൽ നന്നായിരുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ഇവന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇവന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ നന്നായിരുന്നു എന്നൊക്കെ ശുപാർശ പറയല്ലോ സാധാരണ നിലക്ക്. അങ്ങനെ ശുപാർശ പറഞ്ഞാൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടുകയുമില്ല. വഇൻ ഖാല അല്ലാ യുസ്മഅ ലിഖൗലിഹി, ഇനി എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ, അയാളെ ആരുടെങ്കിലും ഒരു സദസ്സിലോ സമൂഹത്തിലോ ചെന്ന് എന്തെങ്കിലും കാര്യം സംസാരിക്കുകയാണെങ്കിൽ ആരും അയാൾ തിരിഞ്ഞു നോക്കൂല, അയാൾ പറയുന്ന ആരും കേൾക്കൂല. ലാ യുസ്മഅ ലിഖൗലിഹി, അയാൾ പറയുന്ന ആരും കേൾക്കൂല. അപ്പോൾ ഒരാള് നാട്ടിലെ പ്രമാണിയാണ്, ഏത് കുടുംബത്തിൽ നിന്നും അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ എല്ലാവരും തയ്യാറാകും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അയാൾ ഒരു റെക്കമെൻഡേഷൻ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും. എന്നാൽ വേറെ അയാൾ വളരെ സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, ആരും അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അയാൾ ശുപാർശ പറഞ്ഞാൽ അതിനൊന്നും ഒരു പരിഗണനയും കിട്ടുകയില്ല. ഇനി എന്തെങ്കിലും ചിലത്ത് ഒരാൾ ഒരു വിഷയമായി അയാൾ ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരിച്ച വിഷയത്തിന് ഒരു പ്രാധാന്യവും അത് കേൾക്കുന്ന ആളുകൾ കൊടുക്കൂല. ഇപ്പം രണ്ട് വ്യക്തിത്വമായി ഇവിടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ, ഹാദാ, ഈ മനുഷ്യൻ, ഇപ്പൊ പറഞ്ഞ ഈ പാവപ്പെട്ടവൻ, ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ, നേരത്തെ പറഞ്ഞവനേക്കാൾ ഈ ഭൂമി നിറച്ച്, മിൽഉൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമി നിറയെ ഉള്ള ബഹുമതി ആദ്യത്തവനേക്കാൾ ഈ രണ്ടാമത്തവനുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ പരിഗണനയിൽ ആദ്യം പോയ പ്രമാണിയേക്കാൾ രണ്ടാമത് പോയ ഈ പാവപ്പെട്ടവൻ എത്രയോ സ്വീകാര്യനാണ്, എത്രയോ മഹത്വമുള്ളവനാണ്. അതാണ് മിൽ അൽ അർള് എന്ന് പറയുന്നത്. മിൽ അൽ അർള്, ഭൂമി നിറയെ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിൻ്റെ വ്യത്യാസം? അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഈ ഹദീസിൽ നിന്ന്, മനസ്സിലായോ? അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല ഒരാളുടെ തറവാട്ടിലേക്കോ അയാളുടെ സാമൂഹിക സ്ഥാനത്തിലേക്കോ അയാളുടെ തറവാടിത്വത്തിലേക്കോ അയാളുടെ ധനത്തിലേക്കോ അയാളുടെ ശാരീരിക രൂപത്തിലേക്കോ സൗന്ദര്യത്തിലേക്കോ അയാൾ ഉടുത്ത ഉടയാടകൾ വസ്ത്രങ്ങളിലേക്കോ
അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്കോ അയാൾ താമസിക്കുന്ന കൊട്ടാരം വീടോ ഇതൊന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണന. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിലേക്കും അവൻ്റെ അമലിലേക്കാണ് നോക്കുന്നത്. അവൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിയവനാണെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നവനാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണെങ്കിൽ, അള്ളാഹു കൽപ്പിച്ചതൊക്കെ പ്രവർത്തിച്ച് അവൻ്റെ തൃപ്തി സമ്പാദിക്കുന്നവനാണെങ്കിൽ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അക്രം. അതാണ് വൽ ആഖിബത്തു ലിത്തഖ്വ, തഖ്വക്കാണ് ആഖിബത്ത്, അതിനാണ് ഉത്തമമായ പര്യവസാനം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു പക്ഷേ തീരെ പരിഗണിക്കാതെ അവഗണിച്ച് കളയുന്ന ആളുകളായിരിക്കും. നമ്മളെപ്പോഴും പരിഗണന കൊടുക്കുന്ന ആളുകളേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വമുള്ളവർ എന്ന് മനസ്സിലാക്കി പെരുമാറുക. പിന്നെ അടുത്ത ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാറു. ഈ ഹദീസ് നമുക്ക് മുമ്പ് വേറെ ഒരു അധ്യായത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ചില ആവർത്തനങ്ങൾ റിയാദുസ് സാലിഹിൽ വരും. കാരണം ഒരേ വിഷയത്തിൽ സമർത്ഥിക്കാൻ ചില ഹദീസുകൾ ആവർത്തനമായിട്ട് വരും. ഏതായാലും പിന്നെ ഇവിടെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തജ്ജത്തിൽ ജന്നത്തു വന്നാറു, നരകവും സ്വർഗവും തമ്മിൽ തർക്കം കൂടി. ഞാനാണ് നല്ലത്, അല്ല ഞാനാണ് നല്ലത് എന്ന രൂപത്തിലുള്ള അവർക്കിടയിലുള്ള സംസാരം. അപ്പം അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുമോ? നരകവും സ്വർഗവും തമ്മിൽ ഇങ്ങനൊരു തർക്കം അതിനുണ്ടാകുന്നതിന് എന്താണ് വിരോധം? കാരണം അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം സംസാരിക്കാൻ കഴിയാത്ത അന്തക്കനല്ലാഹുല്ലദി അന്തക കുല്ലി ഷൈഇൻ, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് തന്നത്, ഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന ഖാലു അന്തക്കനല്ലാഹുല്ലദി അന്തക കുല്ലി ഷൈഇൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വന്തം ശരീരത്തിൻ്റെ അവയവങ്ങൾ, കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും വായക്ക് സീൽ വെക്കപ്പെടുകയും ചെയ്യുന്നൊരു ദിവസം ഉണ്ടല്ലോ. അപ്പോൾ കൈകാലുകൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിയാത്ത വസ്തുക്കളാണ്. അപ്പോൾ കാലും കൈയും സംസാരിക്കുമ്പം ഇവൻ അത്ഭുതം. ഇതെന്താണ് കഥ? അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ കൈയിനും ഈ കാലിനുമൊക്കെ സംസാരിക്കാൻ കഴിവ് കൊടുക്കാൻ പിന്നെ കഴിവുള്ളവനാണ്. അപ്പം ആ രൂപത്തിൽ അള്ളാഹു സ്വർഗത്തിനും നരകത്തിനും പരസ്പരം സംസാരിക്കാൻ കഴിവ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. തുഹദ്ദിസ് അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ദിവസം എന്നുണ്ട്. മഹ്ശർ ഭൂമിയിൽ ഓരോ മനുഷ്യനും അവൻ ജീവിക്കുന്ന കാലത്ത് ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ സ്ഥലങ്ങൾ അത് വിളിച്ചു പറയും. മനസ്സിലായില്ലേ? ഖബറുകളിൽ നിന്ന് അവൻ്റെ എല്ലാ ഖബറിൽ അടക്കപ്പെട്ടവരും പുറത്തേക്ക് കൊണ്ടുവരപ്പെടും. എന്നിട്ട് ഭൂമിയിൽ അവരെ സംബന്ധിച്ച വൃത്താന്തങ്ങൾ, അവർ സാക്ഷികളായ പ്രദേശങ്ങളൊക്കെ വിളിച്ചു പറയും. അപ്പോൾ ഭൂമിക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിവുണ്ടായി? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഒരാളെയോടും അള്ളാഹു അനീതി കാണിക്കുകയില്ല. നീതിക്കനുസരിച്ച് മാത്രമാണ് അവൻ്റെ വിചാരണ, നീതിക്കനുസരിച്ച് മാത്രമാണ് അവൻ്റെ ശിക്ഷയും അവൻ്റെ രക്ഷയും. ഇത് സമൂഹത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അവരവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അവരവരുടെ അവയവങ്ങൾ കൊണ്ട് തന്നെ അതിന് സാക്ഷ്യം പറയിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വർഗം നരകത്തോട് പറഞ്ഞു, ഇവർ തമ്മിൽ തർക്കം, ഓരോരുത്തരും മേനി പറയാണ്, ഞാനാണ് എന്നേക്കാൾ മെച്ചം, അല്ല ഞാനാണ് എന്നേക്കാൾ മെച്ചം. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു വലിയ വലിയ മേനി പറയൽ നടത്തിയപ്പോൾ പിന്നെ നരകം പറഞ്ഞു സ്വർഗത്തോട്, വന്നാർ കാലത്തിന്നാറു, നരകം സ്വർഗത്തോട് പറഞ്ഞു, ഫിയൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂന, അല്ലയോ ചെങ്ങാതി, എന്നിലാണ് വലിയ വലിയ പ്രതാപികളും വലിയ വലിയ അഹങ്കാരികളും വലിയ വലിയ പൊങ്ങച്ചക്കാരുമൊക്കെ എൻ്റെ അടുത്താണ്. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാത്ത ആൾക്കാരല്ല എൻ്റെ അടുത്തുള്ളത്. എന്നിൽ നരകത്തിൽ ഇപ്പോൾ ഉള്ളത് ആരാന്നറിയോ? എന്താണ്? വളരെയധികം അഹങ്കാരികളും വലിയ പ്രതാപത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ചവരും എല്ലാം മറന്ന് ആസ്വദിച്ചവരുമായ ആൾക്കാരാണ്.
അപ്പോൾ സ്വർഗത്തിൻ്റെ മറുപടി വക്കാലത്തിൽ ജന്ന ഫിയ ളുഅഫാ ഉന്നാസ്, എന്നിൽ ഉള്ളത് ദുർബലന്മാരാണ്, അപ്പോൾ മസാക്കീനുഹും മിസ്കീന്മാരാണ്. അതായത് ഒരു പരിഗണനയും കിട്ടാത്ത, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, അവരവരുടെ ആവശ്യങ്ങൾ തന്നെ നിർവഹിക്കാൻ ആവശ്യമായ സാമ്പത്തിക വരുമാനം ഒന്നുമില്ലാത്തവരും പാവപ്പെട്ടവരാണ് എന്നിലുള്ളത്. അങ്ങനെ നരകവും തർക്കിച്ചു, സ്വർഗവും തർക്കിച്ചു. ഇപ്പം ഇവർ തമ്മിലുള്ള തർക്കം കേട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ വിധി പറഞ്ഞു. ഫഖലല്ലാഹു ബൈനഹുമ, നരകസ്വർഗത്തിനിടയിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹ് പറയാണ്. ഇന്നക്കി അൽ ജന്നത്തു റഹ്മത്തി, അല്ലയോ സ്വർഗമേ നീ എൻ്റെ കാരുണ്യമാണ്. അർഹമു ബിക്കി, നിന്നെ കൊണ്ട് ഞാൻ കാരുണ്യം ചെയ്യും. മൻ അശാവു, ഞാൻ ഉദ്ദേശിച്ചവർക്ക്. അപ്പം നീ എൻ്റെ കാരുണ്യമാണ്. അപ്പം ആ കാരുണ്യത്തിന് അർഹതപ്പെട്ട ആളുകളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വ ഇന്നക്കിന്നാറു, നരകത്തോട് പറയണല്ല, നീ നരകമാണ്. ആ നീ അദാബി, എൻ്റെ ശിക്ഷയാണ്. ഓ അത് ബിക്കി, ആ നരകത്തിൽ ഇട്ടുകൊണ്ട് ഞാൻ ശിക്ഷിക്കും. മൻ അശാവു, ഞാൻ ഉദ്ദേശിക്കുന്നവരെ. അപ്പോൾ സ്വർഗം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്തിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ അവൻ പ്രവേശിപ്പിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അർഹരാകുന്നത് വെറും പാവപ്പെട്ടവരായ ആളുകളാണ്. എന്നാൽ തൻ്റെ ധനം കൊണ്ടും തൻ്റെ അധികാരം കൊണ്ടും ഭൂമിയിൽ ധാരാളമായി അക്രമവും അനീതിയും ചെയ്യുകയും അതിലൊരു പശ്ചാത്താപവുമില്ലാതെ ഖേദിച്ചു മടങ്ങാതെ പടച്ചവനെ ഓർക്കയില്ലാതെ താന്തോന്നിയായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് നരകമാണ്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ആ നരകം. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവരവൻ ശിക്ഷിക്കും. ലിഖിലൈക്കുമാ അലിയമിൽ ഉഹാ, രണ്ട് പേരെയും, നരകത്തിന് ആവശ്യമുള്ള ആളുകളെ നരകത്തിന് കൊടുത്തുകൊണ്ട് അത് നിറക്കും, സ്വർഗത്തിന് ആവശ്യമുള്ള ആളുകളെ സ്വർഗത്തിൽ കൊടുത്തുകൊണ്ട് അതും നിറക്കും. രണ്ടു പേർക്കും മതിയാകുന്നത്ര ആളുകൾ എൻ്റെ അടുക്കലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ നരകസ്വർഗങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ജബ്ബാറൂന എന്ന് പറഞ്ഞാൽ എന്നിൽ പ്രമാണിമാരാണുള്ളതെന്ന് പറഞ്ഞില്ല, അഹങ്കാരികളാണെന്ന്. അപ്പോൾ വളരെ പരുഷമായി പെരുമാറുന്ന ആളുകൾ, അഹങ്കാരം നടിക്കുന്ന ആളുകൾ, പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, പിന്നെ ജനങ്ങളെ അങ്ങേയറ്റം നിസ്സാരന്മാരായി കാണുക. ഒരുപക്ഷെ ഇവർ ഇരിക്കുന്നിടത്തേക്ക് അവർക്ക് വരാൻ പാടില്ല. അതേ പ്രകാരം ഇവർ പോകുന്ന വഴിയിൽ അവരൊന്നും ഉണ്ടാകാൻ പാടില്ല. അഥവാ അവരുണ്ടെങ്കിൽ, ഇപ്പം ഏതോ ഒരു അമേരിക്കൻ ചങ്ങാതി ഇവിടെ ഇന്ത്യയിൽ വന്നപ്പം ചേരി പ്രദേശങ്ങളൊക്കെ വലിയ സ്ക്രീൻ കൊണ്ട് മറച്ചു എന്നറിഞ്ഞില്ലേ. ഇതിവിടെ പാവപ്പെട്ടവർ ജീവിക്കുന്ന കോളനിയൊന്നും ആ ചങ്ങാതി കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ താമസിക്കുന്ന സ്ഥലം തീരെ ഇയാളെ കണ്ണുപ്പെടാതിരിക്കാൻ വേണ്ടി ഒക്കെ മറച്ചു. എന്താണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഏത് ലോകത്താണ് അവരൊക്കെ ജീവിക്കുന്നത്? ഏത് സ്ഥലത്ത് നമ്മളെ പിന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പരിശോധന നടത്തിയാലും അവിടെ താമസിക്കുന്ന ആൾക്കാർ ആരാണ്, അവരുടെ ജീവിത നിലവാരം എന്താണ്, അവരുടെ വീടുകളുടെ സ്വഭാവം എന്താണ്, എല്ലാം മനസ്സിലാവും. ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഈ ദുനിയാവിൽ ഇതെല്ലാം മക്ഷൂഫ് വെളിപ്പെട്ടതാണെങ്കിൽ പിന്നെ പരലോകത്ത് ഇതെങ്ങനെ വെളിപ്പെടാതിരിക്കും? ബുദ്ധിയുള്ള ആളുകൾക്ക് ആലോചിച്ചാൽ പോരെ. ഇതൊക്കെ സംവിധാനിച്ച് സൃഷ്ടിച്ച് ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവന്റെ മുമ്പിൽ പിന്നെ ഇതേമാതിരി ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായ നിലയ്ക്ക് പരലോകത്തെ ഹാജരാക്കാൻ അള്ളാഹ്ക്ക് സാധിക്കൂലേ? സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ സ്വർഗം പറഞ്ഞത് എന്നിൽ ദുർബലന്മാരായ ആളുകളും ദരിദ്രന്മാരായ ആളുകളുമാണെന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടുപേരുടെയും തർക്കം കേട്ട് വിധി പറഞ്ഞു. നീ സ്വർഗമേ എൻ്റെ കാരുണ്യമാണ്, നരകമേ നീ എൻ്റെ ശിക്ഷയാണ്. എൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്യും, എൻ്റെ ശിക്ഷ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും എന്നാണ്. അപ്പോൾ രണ്ടുപേർക്കും ആവശ്യമുള്ള അത്ര നിറച്ചു തരാൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടുപേരോടും പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രാമുഖ്യം. അള്ളാഹുവിൻ്റെ ഗളബിനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിജയിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പിന്നെ ഖിയാമത്ത് നാളിൽ നരകക്കാരായ ആളുകൾ നരകത്തിലേക്ക് ഇടുകയും ചെയ്യുമ്പോൾ ആ നരകം പറയും, ഇതാ ഞാൻ എത്രയോ വിശാലമാണ്, എനിക്ക് ഇനിയും ആവശ്യമുണ്ട്. വഹൽമിൻ മസീദ്, സൂറത്തുൽ ഖാഫിലില്ലേ, വഹൽമിൻ മസീദ്, ഇഞ്ഞുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആ നരകത്തിൻ്റെ മുഖത്ത് അവൻ്റെ കാല് കൊണ്ട് അമർത്തും.
ഫയളഹുല്ലാഹു അലൈഹ റിജിലഹു, അവൻ്റെ കാല് അള്ളാഹു ആ നരകത്തിൻ്റെ മുഖത്ത് വെക്കും. അപ്പോൾ ആ നരകം ചുരുങ്ങി പോകും. പിന്നെ രണ്ടാമതൊന്ന് കിഫായ കിഫായ ഖത്ത് ഖത്ത് എന്ന് നരകം പറയും, മതി 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 മതി, എനിക്ക് വേണ്ട. അള്ളാഹു കാല് വെച്ച് ആ നരകത്തിൻ്റെ ആ വലിയ പിന്നെ വാ പൊളിച്ചു നിൽക്കുന്ന ഇനി എത്രയോ ഉണ്ടോ അതൊക്കെ ഉൾക്കൊള്ളാൻ ഞാൻ വിശാലമാണെന്ന് പറഞ്ഞ് ആക്രോശിച്ച് നിൽക്കുന്ന നരകത്തിൻ്റെ മുഖത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കാല് വെക്കും. ഇനി മതി. അപ്പം നരകം തന്നെ വിളിച്ചു പറയും കിഫായ കിഫായ ഖത്ത് ഖത്ത്, മതി എന്ന് പറയും. എന്നാൽ സ്വർഗമോ, സ്വർഗം വളരെ വിശാലമാണ്. അർദുഹക് സമാവാത്ത് വല്ലർദ്, ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗം, അല്ലേ? അതായത് അള്ളാഹുവിൻ്റെ സ്വർഗത്തെക്കുറിച്ച് ആ ജന്നത്തിൻ്റെ വിശാലതയെക്കുറിച്ചും ഖുർആനിൽ പിന്നെ പലയിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ ഗുഫ്രാൻ, പൊറുക്കൽ കിട്ടുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അർഹരായി ചെയ്ത ആളുകളെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ പ്രവേശിപ്പിക്കുക. അതിനനുസരിച്ചുള്ള സ്വഭാവവും ജീവിത രീതികളും പെരുമാറ്റ കാര്യങ്ങളുമൊക്കെ അള്ളാഹു അവർക്കതിനെ തൗഫീക്ക് ചെയ്തു. അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അടുത്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹു ലയഅതി അർറജുലു അസ്സമീനു അൽ അദീമു യൗമൽ ഖിയാമ ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊള, മുത്തഫഖുൻ അലൈഹി. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കുന്ന ഹദീസ്? ഇന്നഹു ലയഅതി അർറജുലു അസ്സമീനുൽ അദീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടും. അർറജുലു സമീൻ, നല്ല ഫാറ്റി തടിയുള്ള മനുഷ്യൻ, അൽ അദീം, വലിയ മാംസവും വലിയ ശരീരവും വലിയ ആകാര ശരീരവുമൊക്കെയുള്ള ഒരു വലിയ മനുഷ്യനെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടും. ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊള. ബഊള എന്ന് പറഞ്ഞാൽ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരവും ഏറ്റവും കനം കുറഞ്ഞതും ആരും ഒരു പരിഗണനയും കൊടുക്കാത്തതുമായ ജീവിയാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊള വമാ ഫൗഖഹ. ഈ കൊതുക് പോലെയുള്ള നിസ്സാരമായ ജീവികളെ ഉദാഹരണമായിട്ട് എടുത്ത് പറയുന്നതിൽ അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല, അള്ളാഹുവിന് അതിലൊരു നാണവുമില്ല എന്ന് ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ ബഊളത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം ശരീരം, അതിൻ്റെ കൈയും അതിൻ്റെ കാലും അതിൻ്റെ കണ്ണും അതിൻ്റെ ചിറകൊക്കെ ഉൾക്കൊള്ളിച്ചത്, അത് തന്നെ പറ്റ കനം കുറഞ്ഞതാണ്. ഇനി അതിൻ്റെ ചിറക് എന്ന് പറയുമ്പോഴോ എത്ര കനം? മൊത്തം ഒരു കൊതുക് എടുത്തിട്ട് അതിൽ നിന്നൊരു ചിറക് നിങ്ങൾ ഇളക്കിയെടുത്ത് അതൊന്ന് തൂക്കി നോക്കിയാൽ ജനാഹ ബഊള, ഒരു കൊതുകിൻ്റെ ചിറക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അതിന് പോലും എന്ത് ചെയ്യില്ല, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പരിഗണനയും അതിന് കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അപ്പം ഈ സമീന് അളീം എന്ന് പറയാൻ കാരണം വലിയ ശരീരമുള്ള, വലിയ കൊഴുപ്പുള്ള, വലിയ തടിച്ചു വലുതായ, വലിയ വയറുള്ള എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്താണ്? അയാൾ ദുനിയാവിൽ ഭക്ഷണം കഴിച്ച് നടക്കൽ തന്നെ അയാൾക്ക് പണി. ഭക്ഷണം കഴിച്ച് നടക്കാൻ ഉള്ള കാരണം അയാൾക്ക് ധാരാളം പൈസ ഉണ്ട്, കണ്ടമാനം പണമുണ്ട്. അപ്പോൾ കണ്ടമാനം പണമുണ്ട്, കണ്ടമാനം ഭക്ഷണം കഴിച്ചു, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ അയാൾ ആഹാരമായി ഉപയോഗിച്ചു. അതനുസരിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കൂടി. പക്ഷേ അമലുകളാണെങ്കിൽ വളരെ മോശമാണ്. ഇതിനൊക്കെ നന്ദി ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. കൃത്യമായ നമസ്കാരം നിർവഹിച്ചിട്ടില്ല, പാവങ്ങൾക്ക് കൊടുക്കേണ്ട സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടില്ല, ഹജ്ജ് പോലും പണമുള്ളവൻ എന്ന നിലക്ക് നിർവഹിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ അള്ളാഹുവിനോട് കൊടുക്കേണ്ട ഹുക്കൂക്കുകളിലൊക്കെ അയാൾ വീഴ്ച വരുത്തിയ ആളാണ്. എന്നാൽ ഈ ദുനിയാവ് അത് ആർമാദിക്കാനും സുഖിക്കാനും ആഡംബര ജീവിതം നയിക്കാനുമുള്ളതാണെന്ന ധാരണയിൽ ജീവിച്ച ആളാണ്. അങ്ങനെയുള്ള മനുഷ്യനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. അപ്പോൾ അയാൾ നല്ല കനമുണ്ടാകും, വലിയ ശരീരമായിരിക്കും. പക്ഷേ അള്ളാൻ്റെ മുമ്പിൽ ഇതിനൊക്കെ എന്താ വില? ജനാഹ ബഊള, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും, അത്ര തൂക്കം പോലും അവനുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ തൂക്കം കണക്കാക്കുന്നതാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാളിൽ തൂക്കും. ഇപ്പോൾ സൂറത്തുൽ അംബിയാ അതിൻ്റെ 47-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു,
വനദഉൽ മവാസിനുൽ ഖിസ്ത. ഇത് സാങ്കല്പിക തുലാസല്ല. ചില വലിയ ബുദ്ധിജീവികൾ പറയും ഇതൊക്കെ സാങ്കല്പികമാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറയും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അസ്ലി തുലാസാണ്. തുലാസ് എന്ന് പറഞ്ഞാൽ അസ്ലി തുലാസാണ്, കണ്ണുകൊണ്ട് കാണാവുന്ന തുലാസാണ്, യാഥാർത്ഥ്യത്തിലുള്ള തുലാസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നദഉൽ മവാസിനുൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നീതിയുടെ തുലാസ് അല്ലാഹു സ്ഥാപിക്കും ഖിയാമത്ത് നാളിൽ. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅൻ, ഒരാളോടും ഒരു അനീതിയും ചെയ്യില്ല. ഒരാൾക്കും കിട്ടേണ്ട ഒരു അവകാശവും അവിടെ നിഷേധിക്കപ്പെടുകയില്ല. ഒരാളുടെയും ഹക്ക് അവിടെ നഷ്ടപ്പെടുകയില്ല. അത് ശിക്ഷ കിട്ടേണ്ടവനാണെങ്കിൽ അത് തീർച്ചയായിട്ടും അവന് അർഹത ഉള്ളതുകൊണ്ടാണ് ആ ശിക്ഷ കൊടുക്കുന്നത്. രക്ഷ കിട്ടേണ്ട സ്വർഗാവകാശിയാണെങ്കിൽ തീർച്ചയായും അവന് ആ സ്വർഗം കിട്ടാൻ അർഹതയുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത്. രണ്ടുപേരോടും അള്ളാഹു കാണിക്കുന്നത് നീതിയാണ്. വഇൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അവൻ്റെ അമലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ചെറിയ കടുകുമണിയുടെ അത്ര പോലും ഉള്ളതാണെങ്കിൽ, നിങ്ങൾ പരിഗണിക്കാത്ത കാര്യമാണെങ്കിൽ പോലും അത്തൈന ബിഹ, നാം അവിടെ അത് കൊണ്ടുവരും, നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇന്നല്ലാഹ ലാ യുളിയു അജ്റൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവരുടെ അജ്ർ, പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയില്ല, അതവിടെ ഹാജരാക്കും. വഖഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യുന്നവരായി നമ്മൾ മതി, ആരുടെയും സഹായം വിചാരണക്ക് അള്ളാഹ്ക്ക് ആവശ്യമില്ല. വഖഫാ ബിനാ ഹാസിബീൻ. അപ്പോൾ കൃത്യമായ തുലാസ് വെക്കും, ആ തുലാസിൽ തൂക്കും. ആ തുലാസിൽ എന്താണ് തൂക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചിലർ പണ്ഡിതന്മാർ പറയുന്ന അമലാണ് തൂക്കുക. അപ്പം അമല് ഷർറുള്ള അമലുണ്ടാവും, ഹൈറുള്ള അമലുണ്ടാവും. ഷർറുള്ള അമല് ഹൈറുള്ള അമലിനേക്കാൾ തൂക്കം കൂടിയാൽ അപകടമായി. എന്നാൽ നല്ല പ്രവർത്തനങ്ങൾ ചീത്ത പ്രവർത്തനങ്ങളെക്കാൾ കനം തൂങ്ങിയാൽ അത് ഹൈറായി. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് പദങ്ങൾ അത് നാവിന് ഉച്ചരിക്കാൻ വളരെ എളുപ്പമാണ്. നാവിന് ഉച്ചരിക്കാൻ വളരെ എളുപ്പമാണ്. വെറുതെ ഇങ്ങനെ സ്വറ പറഞ്ഞു നിൽക്കുക, അതല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കുക. ആ സമയമൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഓർമ്മ വേണം. രണ്ട് പദങ്ങൾ, അവ ഉച്ചരിക്കാൻ നാക്കിന് വളരെ എളുപ്പമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹബീബത്താണ്, പ്രിയപ്പെട്ട പദങ്ങളാണ്. സഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ വളരെ ഭാരം കൂടുന്നതാണ്. എന്താണ്? സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ രണ്ട് പദങ്ങൾ, സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അപ്പോൾ ഈ രണ്ട് പദങ്ങൾ എത്ര നിസ്സാരമായി എളുപ്പത്തിൽ നാക്കുകൊണ്ട് ഉച്ചരിക്കാൻ പറ്റുന്നതാണ്. പടച്ചവനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങളാണ്. നമ്മളൊന്നും ഹംദ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അഹങ്കരിക്കാനും പാടില്ല. പക്ഷെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഹംദ്. അവൻ സ്തുതി ഇഷ്ടപ്പെടുന്നു, സ്തുതിക്ക് അർഹത ഉള്ളത് കൊണ്ടാണത്. അവൻ സ്തുത്യർഹനാണ്. അല്ലാഹു ലക്കൽ ഹംദു വലക ശുക്ർ, അള്ളാഹു നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് നന്ദി. അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, പടച്ചവനെ നീ എന്നെ സഹായിക്കണം. എല്ലാ നിസ്കാരം കഴിഞ്ഞ ശേഷം നമ്മൾ പറയുന്ന ദുആ അല്ലേ? അഇന്നി അലാ ദിക്രിക, നിന്നെ അനുസ്മരിക്കാൻ, ദിക്റുകളിലൂടെ, നീ പറഞ്ഞ സൽവചനങ്ങളിലൂടെ നിന്നെ മഹത്വപ്പെടുത്താൻ. വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ. നീ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നിനക്ക് നന്ദി ചെയ്യാൻ. അലാ ഹുസ്നി ഇബാദത്തിക്ക്, നല്ല ആരാധന, നല്ല ഇബാദത്ത്, ഒരു കുഴപ്പമില്ലാത്ത, ഒരു വീഴ്ചയില്ലാത്ത, ഒരു പോരായ്മയില്ലാത്ത നീ സ്വീകരിക്കുന്ന ഇബാദത്ത് ചെയ്യാനും എനിക്ക് തൗഫീക്ക് നൽകണമേ എന്ന് ഇബാദത്ത് കഴിഞ്ഞ ഉടനെ, ഇബാദത്ത് അറിഞ്ഞ നിസ്കാരമാണല്ലോ, ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ വീണ്ടും അടുത്തൊരു നിസ്കാരത്തിലേക്ക് നമുക്ക് എത്തണം, വീണ്ടും അടുത്തൊരു നമസ്കാരം നമുക്ക് ലഭിക്കണം. അപ്പം അതുകൊണ്ട് അതിന് നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ദുആ. അപ്പം അവിടെ എന്താണ്? മീസാനുണ്ട്. ആ മീസാനിൽ കനം തൂങ്ങുന്നതാണ് ഈ കലിമത്ത്. അപ്പം അവിടെ ചില സംഗതികൾ അങ്ങനെയാണല്ലോ, വലിപ്പം കുറവായിരിക്കും, കനം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കുറേ വസ്തുക്കൾ ഭൂമിയിലുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ അത് രൂപത്തിൽ വളരെ കുറവായിരിക്കും, പക്ഷെ ഒരു തുലാസിൽ വെച്ച് നോക്കിയാൽ നല്ല കനം ഉണ്ടാവും, ഇല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കനമുള്ള രണ്ട് വസ്തുക്കളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം.
അപ്പോൾ ശരിക്കുള്ള തൂക്കാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹു. ഒരണുമണി തൂക്കം, ചെറിയ തൂക്കം വരുന്ന, അതായത് ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തുള്ള തുലാസ്, സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് തുലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കാറ്റടിച്ചാൽ അതിൽ തൂങ്ങും. അതുകൊണ്ടാണ് ഇവർ ഈ ചില്ലിട്ട, കാറ്റ് ഏൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചില്ലിൻ്റെ പെട്ടിയിലാണ് അധികം ആ തുലാസ് ഉണ്ടാവുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കണം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, ഈ കാറ്റിന് പോലും, അതിലൂടെ അടിച്ചു വീശുന്ന കാറ്റ് പോലും അതിൽ കനം കാണിക്കും. അതുപോലും വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്വർണ്ണപ്പണിക്കാരായ ആളുകൾ അല്ലെങ്കിൽ സ്വർണ്ണ കച്ചവടക്കാരായ ആളുകൾ ഈ തുലാസ് ഒരു ചില്ലിൻ്റെ പെട്ടിയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പം ചുറ്റുഭാഗത്തുമുള്ള കാറ്റ് അതിനെ ഏൽക്കാതിരിക്കാൻ, അപ്പോൾ കനത്തിൽ വ്യത്യാസമില്ലാതിരിക്കാൻ. കണ്ടോ? അപ്പം ആ രൂപത്തിൽ നിസ്സാരമായ വസ്തു പോലും തൂക്കം കാണിക്കും. അത് പരലോകത്ത് അവന് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ചെറിയ തിന്മ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതും അവിടെ കാണിക്കും. അപ്പം എല്ലാം അണുമണി തൂക്കം എന്നാണ്. അത്ര നിസ്സാരമായ തൂക്കം വരുന്ന വസ്തുക്കൾ പോലും അവിടെ കാണിക്കും. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സഹായിഫ്, ഇവന് വലങ്കയിൽ ഗ്രന്ഥം കൊടുക്കുന്നവർ, ഇടങ്കയിൽ ഗ്രന്ഥം കൊടുക്കുന്നവർ അല്ലേ? അപ്പോൾ ഇവൻ്റെ എല്ലാ ആയുഷ്കാലം ഭൂമിയിൽ എത്ര കിട്ടിയിട്ടുണ്ടോ ആ കാലം വരെ ഇവൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ റെക്കോർഡാണ്. വിശ്വസ്തന്മാരായ കിറാമൻ കാത്തിബീൻ, എഴുത്തിൽ ഒരു കൃത്രിമവും വരുത്താത്ത, ഇത് അവർക്ക് ചായ കുടിക്കാൻ പോണ്ട, മൂത്രമൊഴിക്കാൻ പോണ്ട, ഒന്നും വേണ്ടല്ലോ. മനുഷ്യനാണെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്ന് നോക്കിയാൽ അധിക കസാല ഒഴിഞ്ഞെടുക്കണതാണ്. എന്താണ്, ഇപ്പം വന്നിട്ടുള്ളൂ, പക്ഷേ അപ്പോഴേക്ക് മൂത്രമൊഴിക്കാൻ പോയി. ഈ മൂത്രം ഒഴിച്ച് വരുമ്പോഴേക്ക് അപ്പോഴേക്ക് അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്, ആ ചായ കുടിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഉച്ചഭക്ഷണത്തിന് പോകാനായി. വൈകുന്നേരമാണെങ്കിൽ ഇവന് പോകും വേണ്ടേ? അപ്പം ഇങ്ങനെ എഴുത്തുകാരായ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുഴുവനും കുറേ നേരം ജോലി ചെയ്യും, കുറേ നേരം ജോലി ചെയ്യാതിരിക്കും. അള്ളാൻ്റെ മലക്കൾക്ക് ഈ പണിയൊന്നുമില്ല. അയാൾക്ക് മൂത്രമൊഴിക്കാൻ പോണ്ട, ചായ കുടിക്കാൻ പോണ്ട, പിന്നെ ഭാര്യൻ്റെ കോള് വരാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം അവർക്കൊന്നും ഭാര്യമാരില്ല, അവർക്കൊന്നും ഭക്ഷണം കഴിക്കേണ്ടതില്ല, അവർക്കൊന്നും മലമൂത്ര വിസർജനമില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികൾ. അവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ എഴുത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ എഴുത്ത് വളരെ നീതിയിൽ അധിഷ്ഠിതമായ എഴുത്തായിരിക്കും. അപ്പോൾ ഇവൻ ചോദിക്കും, മാലി ഹാദൽ കിതാബില യുഹാദിറു സദീറത്തും വല കബീറത്തുനില്ല ഹസാഹ. ഇപ്പം എന്താണ് ഈ പുസ്തകത്തിന്? ഇതിൽ ഞാൻ ചെയ്ത വലുതും ചെറുതും ഒക്കെ, ചെറുതിപ്പോൾ ചില സംഗതികളൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുമല്ലോ ദുനിയാവിൽ, അതൊന്നും ഇവിടെ ബാധകമാവില്ല. ഇവിടെ ചെറുതും വലുതുമായ മുഴുവനാണ് രേഖപ്പെട്ടു. അള്ളാഹു നമ്മളെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. വിചാരണ ദിവസം വലങ്കയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ധാരാളക്കണക്കിന് മനുഷ്യ സൃഷ്ടികൾക്ക് മുമ്പിൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ മക്ഷൂഫ് പുറമേ കാണിച്ച് നമ്മളെ വഷളാക്കാതിരിക്കട്ടെ. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്ക് അവൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ മുഴുവൻ പുരുഷനും സ്ത്രീക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെല്ലാവരെയും, നമ്മെല്ലാവരെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഇതാണ് അള്ളാഹുവിൻ്റെ അമലിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ തൂക്കമുണ്ട്. തൂക്കം അസ്ലിയായ തുലാസാണ്, ആ തുലാസിലാണ് തൂങ്ങുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊന്നും സാങ്കല്പികമല്ല എന്ന് വിചാരിക്കേണ്ട. സാങ്കല്പികമല്ല, അതൊന്നും ഒക്കെ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഇപ്പം എന്താ പറയണത്, ഇങ്ങനെ നല്ല ജീവിതത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അതിന് ഗുണം കിട്ടും. മനസ്സിലായോ? പരലോകത്ത് മാത്രമല്ല. അതായത് സൂറത്തു നഹലിൽ അള്ളാഹു പറയുന്നു, ഒമൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാവട്ടെ പെണ്ണാട്ടെ, അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വിഭജനമില്ല. നന്മയുടെ കാര്യത്തിൽ, സൽക്കർമ്മത്തിൻ്റെ കാര്യത്തിൽ ആണിനിത്ര പെണ്ണിനിത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഭജനങ്ങളൊന്നുമില്ല. എല്ലാവരും സൽക്കർമ്മം ചെയ്താലും അവർക്ക് അർഹതപ്പെട്ട കൂലി അല്ല കൊടുക്കും. ഫല നൊഹയ്യന്നഹു ഹയാത്തും തയ്യിബ. ഈ ദുനിയാവിലെ പറഞ്ഞിട്ടോ, പരലോകത്തിൻ്റെ കാര്യമല്ല പറയണത്. ഇത് നമ്മളെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാണില്ല. ഈ ദുനിയാവിൽ തന്നെ നല്ല ജീവിതത്തോടു കൂടി ജീവിച്ചാൽ അള്ളാഹുവിനെ ഓർത്തും
വിശുദ്ധമായ ജീവിതവും നയിച്ചാൽ അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ വല നുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, അവർക്ക് ഏറ്റവും നല്ല ഒരു ജീവിതമാണ് അവരെ നാം ജീവിപ്പിക്കുക. വല നജ്സിയന്നഹും അജ്റഹും, ഇനി അവർ മരിച്ചു തന്നാലോ അവരുടെ കൂലി അല്ലാഹു കൊടുക്കും. ബിഅഹ്സനിമാക്കാനു യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട നിലക്ക്. അല്ലേ, 1 ഉറുപ്പികയാണ് നമ്മൾ ചെലവാക്കുന്നത്, പക്ഷെ അള്ളാഹു അത് ആയിരക്കണക്കിന് ഉറുപ്പികയായിട്ടാണ് നമുക്ക് തിരിച്ചു തരിക. ഇതാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. സർവശക്തനായ നാഥൻ ഈ നന്മകളൊക്കെ നൽകുന്ന നല്ല ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാനും പശ്ചാത്തപിക്കാനും കുറ്റങ്ങളിൽ ഖേദം തോന്നി പടച്ചവനോട് പൊറുക്കൽ തേടാനും നമുക്ക് തൗഫീഖ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്